പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ദേവസ്വം ബോർഡിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ്. ഇന്ന് കഥാപാത്രമായിക്കൊണ്ടിരിക്കുന്നതും ദേവസ്വം ബോർഡാണ്. ലോകമെമ്പാടും ജനശ്രദ്ധ ആകർഷിക്കപ്പെട്ട ആ കഥാപുരുഷൻ്റെ പിറവിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായിട്ട് വന്ന ഉമ്മിണിത്തമ്പിയുടെ കെടുകാര്യസ്ഥതയും ദുർഭരണവും കൊണ്ട് രാജ്യം തകർച്ചയിലേക്ക് നീങ്ങി. ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടിയിരുന്ന കപ്പം, കുടിശ്ശികയും പിഴപ്പലിശയും അടക്കം ഭീമമായ ഒരു തുകയിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. രാജ്യം തന്നെ കൈവിട്ടു പോകും എന്ന അവസ്ഥയിലെത്തി. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടി ഉമ്മിണിത്തമ്പിയെ ആ സ്ഥാനത്ത് നിന്നും പിരിച്ചുവിടുകയും പകരം ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന കേണൽ ജോൺ മൺറോയെ ആ സ്ഥാനമേൽപ്പിച്ചു. അദ്ദേഹം നല്ല ഒരു ഭരണാധികാരിയായിരുന്നു. പ്രത്യേകിച്ച് കേരളത്തോട് വളരെയധികം കൂറും പുലർത്തിയിരുന്നു. രാജ്യത്തിൻ്റെ ഉന്നമതിക്ക് വേണ്ടി പല പരിഷ്കാരങ്ങളും അദ്ദേഹം ഇവിടെ നടപ്പിലാക്കി. ആ കൂട്ടത്തിൽ അധപ്പതിച്ചു കൊണ്ടിരുന്ന സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനായി അന്ന് വരുമാനമുണ്ടായിരുന്ന എല്ലാ ക്ഷേത്രങ്ങളും കണ്ടുകെട്ടി സർക്കാരിൻ്റെ അധീനതയിലാക്കി. അപ്പോൾ ജനങ്ങളിൽ നിന്ന് കരം പിരിപ്പിക്കാണ്ടോ കൂടുതൽ നികുതി ഭാരം ചുമത്താണ്ടോ കപ്പത്തിൻ്റെ കാര്യം, കപ്പ കുടിശ്ശിക വേഗം തീർക്കാൻ സാധിക്കും എന്നാണ് അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. അത് വളരെയധികം സാധിക്കുകയും ചെയ്തു. ആ മെച്ചം കണ്ട് ആ പരിഷ്കാരം അദ്ദേഹം കൊച്ചി രാജ്യത്തിലേക്കും നടപ്പിലാക്കിച്ചു. അങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം രാജാവിൻ്റെ അധീനതയിലായത്. അല്ലാതെ രാജാക്കന്മാരുടെ കുടുംബസ്വത്തോ പരമ്പരാഗതമായി വന്നു ചേർന്ന അധികാരമോ ആയിരുന്നില്ല. ഓരോ ക്ഷേത്രവും അതാത് സ്ഥലത്തെ ചില വ്യക്തികളുടെയോ കുടുംബങ്ങളുടെയോ സമുദായങ്ങളുടെയോ കീഴിലായിരുന്നു. അവരായിരുന്നു അത് നോക്കി പിടിച്ചുകൊണ്ടിരുന്നത്. ഒരു കുടുംബത്തിന് ചിലപ്പോൾ 4-5 ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തികൾക്കും അതെ. അന്ന് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക, ആനയെ വളർത്തുക, ഇതൊക്കെ വലിയൊരു പ്രൗഢിയായിട്ടാണ് അന്നത്തെ ജനം കരുതിയിരുന്നത്. ഈ ക്ഷേത്രങ്ങളെല്ലാം അങ്ങനെ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയപ്പോൾ അവിടുത്തെ വരുമാനം മുഴുക്കെ സർക്കാർ ഖജനാവിലേക്കും ക്ഷേത്രങ്ങളുടെ എല്ലാ ചെലവുകളും അറ്റകുറ്റപ്പണികളടക്കം എല്ലാം സർക്കാരിൽ നിന്നും ആണ് വഹിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വളരെയധികം മെച്ചം കണ്ടു. ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട കപ്പം എല്ലാം കുടിശ്ശിക തീർത്ത് കൊടുത്തു. രാജ്യം വളരെ ഉന്നതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. 1947 സ്വാതന്ത്ര്യം കിട്ടി. രാജഭരണം അവസാനിച്ചപ്പോൾ ഈ നിയമം അസാധുവായി. പിന്നീട് അതിൻ്റെ ചുമതല ജനകീയ സർക്കാരിൻ്റെ മേൽനോട്ടത്തിലേക്ക് വന്നു. അവർക്കാകട്ടെ ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയങ്ങൾ മാത്രം സംരക്ഷിക്കുക എന്നത് മതേതരത്വത്തിന് ചേർന്നതല്ല എന്ന തോന്നലാണ് ഉണ്ടായത്. എന്നാൽ ക്ഷേത്രങ്ങളുടെ വരുമാനം കണ്ടപ്പോൾ അതൊട്ട് തള്ളിക്കളയാനും വയ്യ എന്ന അവസ്ഥയായി. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുമ്പോൾ കഴിച്ചിട്ട് അറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന ഒരവസ്ഥ. അതിനെന്താ പോംവഴി എന്ന് ആലോചിച്ച് ഭരണഘടനാ വിദഗ്ധന്മായി കൂടിയാലോചിച്ച് എടുത്ത ഒരു മറയാണ്
ഈ ദേവസ്വം ബോർഡ് രൂപീകരണം ശരിക്കും ഒരു മറ, അതായത് നമ്മൾ കൈകൊണ്ട് എടുക്കുന്നതിന് പകരം കയ്യിൽ എടുക്കുന്നു എന്ന വ്യത്യാസം മാത്രം. അപ്പോൾ കയ്യിലൊട്ടും ആവേയില്ല, കാര്യങ്ങളെല്ലാം കയ്യിൽ നടത്തും. കയ്യിലാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്, കർമ്മം. അപ്പോൾ കൈ പരിശുദ്ധമാവും. അതായിരുന്നു അന്നത്തെ സർക്കാർ കണ്ട പോംവഴി. അതനുസരിച്ച് അവർ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളെയെല്ലാം മൈനർ പട്ടികയിൽപ്പെടുത്തി. അത് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കും. അത് ഭരണഘടനയിൽ എഴുതി ചേർക്കുകയും ചെയ്തു. അങ്ങനെയാണ് എല്ലാ ക്ഷേത്രങ്ങളെയും വിഗ്രഹങ്ങൾ മൈനർമാരായിട്ട് ഇന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത്, കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൈനർമാരെ സംരക്ഷിക്കേണ്ടതും അവരുടെ സ്വത്തുക്കൾ കാത്തു സൂക്ഷിക്കേണ്ടതും രക്ഷിതാക്കളുടെ കടമയാണ്. ഇവിടെ രക്ഷിതാവ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമായി. ദേവസ്വം ബോർഡ് രക്ഷകർത്തൃ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം പരിപാലിച്ച് കൊണ്ടുവരേണ്ട ആളാണ്. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യിക്കണം. വാസ്തവത്തിൽ അത് ഒരു വലിയ അഴിമതിക്ക് വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞത്. ഇന്ന് ശബരിമലയുടെ പ്രശ്നം വന്നപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി. ശബരിമല മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെ അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നിതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന്നോ തുടങ്ങിയതല്ല, ഇന്നലെയോ തുടങ്ങിയതല്ല, കാലങ്ങളായിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർക്കാരിന് എന്തും ചെയ്യാം. അവിടെ മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് ദേവസ്വം ബോർഡാണ്. എന്തു വന്നാലും ദേവസ്വം ബോർഡിന് തലയിൽ വയ്ക്കാം. സർക്കാരിൻ്റെ കൈ ശുദ്ധം, അവർ ചെയ്യിക്കുന്നു എന്ന് മാത്രം. ഇന്ന് ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ വരെ തുടങ്ങി. വളരെയധികം കഷ്ടമാണ് ചെയ്യുന്നത്. മൈനർമാരെ സംരക്ഷിക്കേണ്ടവർ ആ മൈനർമാരുടെ സ്വത്ത് വാരി ഭക്ഷിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ തല്ലിക്കൊല്ലുന്ന വിധത്തിലാണ് ഇന്ന് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. നാളെ നമ്മൾ നോക്കിയാൽ പല ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങൾ തന്നെ കണ്ടു എന്ന് വരില്ല. കോടാനുകോടി വില മതിക്കുന്നതും വില മതിക്കാനാവാത്തതുമായിട്ടുള്ള ഉരുപ്പടികൾ കൊണ്ടാണ് പല ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളുണ്ടായി. തനി തങ്കത്തിൻ്റെയും സ്വർണത്തിൻ്റെയും അതേപോലെ തന്നെ കണ്ടുകിട്ടാത്ത സാധനം പാതാളാഞ്ജനം കൊണ്ട് ഉണ്ടാക്കുന്നതും വൈരങ്ങൾ കൊണ്ടും അങ്ങനെയുള്ള വളരെയധികം വില പിടിച്ച വിഗ്രഹങ്ങളാണ് പല ക്ഷേത്രങ്ങളും. അപ്പോൾ അതൊക്കെ ഇപ്പം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിങ്ങനെ തുറന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവസാനം വെറും കെട്ടിടങ്ങളും അവിടെ ചിലപ്പോൾ വിഗ്രഹങ്ങൾ തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ പറയുന്നുണ്ട്, ഭിക്ഷക്കാർക്ക് കൊച്ചുകുട്ടികളെ പിടിച്ച് വിറ്റു എന്നൊക്കെ പറയുന്നില്ലേ. അതുപോലെ ഈ ക്ഷേത്രങ്ങളെ മൈനർമാരായിട്ടുള്ള ഈ കുട്ടികളെ പിടിച്ച് ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങൾ എന്നും മൈനർമാരാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് നമ്മുടെ ഭരണഘടനയിലുള്ളതാണ്. കോടതി വരെ അംഗീകരിച്ചാണ്, അവർക്ക് ജീവനുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരെയൊക്കെ പിടിച്ച് കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സാധനങ്ങളൊക്കെ പിടിച്ചു വാങ്ങി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ കഴിഞ്ഞാൽ ഇവരൊക്കെ തടി തപ്പി പോകുന്നെന്ന് വരും. ഈ കേസ് തീരണമെങ്കിൽ കാലങ്ങൾ പിടിക്കും. ഇവർ മാന്യന്മാരായിട്ട് ഇവിടെ നടക്കും. നമ്മൾ വിഡ്ഢികളായിട്ടുള്ള ജനങ്ങൾ അവരെ വീണ്ടും തിരഞ്ഞെടുക്കും. ഇവർ അധികാര സ്ഥാനത്ത് വരും. പിന്നെ ഇത് ആവർത്തിക്കും. ഇത് നിൽക്കില്ല. ഇത് നിൽക്കണമെങ്കിൽ ഒരേ വഴിയേ ഉള്ളൂ. ഈ ക്ഷേത്രങ്ങളെല്ലാം പഴയ പോലെ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക. സായിപ്പത് ഏറ്റെടുത്തപ്പോൾ എങ്ങനെയായിരുന്നു ക്ഷേത്രങ്ങൾ, അത് വിട്ടുകൊടുക്കുക. ഇന്നിപ്പോൾ അന്നത്തെ ആൾക്കാരൊക്കെ പോയി, മൺമറഞ്ഞു പോയി. ഇന്ന് ഇവിടുത്തെ വിശ്വാസികൾ അതിന് വേണ്ട സംവിധാനങ്ങളുണ്ടാകട്ടെ. അവർ ഒരു ട്രസ്റ്റായിട്ടോ അല്ലാണ്ട് അവരുടെ ഒരു സ്വതന്ത്ര ബോർഡായിട്ടോ ഉണ്ടാക്കി അത് പരിപാലിച്ചു കൊണ്ടുവന്നാൽ വളരെ നല്ല നിലയ്ക്ക് നടക്കും. കോടാനുകോടി ഉറുപ്പിയുടെ സ്വത്തുകൾ, അപ്പോൾ ഗുരുവായൂരിൽ തന്നെ കോടിക്കണക്കിന് ഉറുപ്പിയുടെ സ്വർണ്ണങ്ങളാണ് ഇരിക്കണമെന്നാണ് ഒരു വിവരാവകാശ ഇതിൽ അറിയിച്ചേക്കണത്. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളുടെ കണക്കെടുത്താലുണ്ട്. ഇതൊന്നും നാളെ അവിടെ ഉണ്ടായിന്ന് വരില്ല. ഇപ്പോൾ തന്നെ നമുക്ക് കണക്കാണിത്. ഇത് കോടതി, ബഹുമാനപ്പെട്ട കോടതി വിട്ട് അന്വേഷിപ്പിച്ച് കഴിഞ്ഞാലേ സത്യം അറിയുള്ളൂ. ഇപ്പോൾ ശബരിമലയിലെ സംഗതി കൊണ്ട് നമ്മൾ അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ
ഇത് ഒരു രണ്ടാം വിമോചന സമരത്തിൻ്റെ കാലമായിരിക്കുന്നു. ജനങ്ങളെ ഇളകി ഒരു വിമോചന സമരം തന്നെ സംഘടിപ്പിക്കണം. ഇത് സർക്കാരിനെതിരായിട്ടല്ല, സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടല്ല, ഈ ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി. നമ്മൾ ബ്രിട്ടീഷുകാരോട് അങ്ങനെ രാജ്യം വാങ്ങിച്ചു, ഈ രാജ്യം അവർ കൈയടക്കി വെച്ചു. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ക്ഷേത്രങ്ങൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിവിടെ ധാരാളം സന്യാസ മഠങ്ങളുണ്ട്, സമുദായ സംഘടനകൾ അനേകമുണ്ട്, പിന്നെ വിശ്വാസികളായിട്ട് അല്ലാത്ത ആൾക്കാരുണ്ട്, ഭക്തന്മാരുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ലൊരു സംഘടന ഉണ്ടാക്കി ഇത് പരിപാലിച്ചു കൊണ്ടുവരാൻ വരും. അഡ്മിനിസ്ട്രേഷന് പറ്റുന്ന പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഇന്ന് ഉണ്ട്. സിവിൽ സർവീസിൽ ഇരുന്നേക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരെ വച്ച് ഇതൊക്കെ നടത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഓഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാൻ വരും, നല്ല ബാലൻസ് വരും. ക്ഷേത്രങ്ങളുടെ സർവ്വ അറ്റകുറ്റപ്പണികൾ കഴിച്ച് അന്ന് മൺട്രോ സാഹിബ് ഇരുന്ന കാലത്ത് എല്ലാ പണികളും ഈ പണം കൊണ്ടാ, എന്നിട്ടും ബാക്കി കാശ് കൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ കപ്പ കുടിശ്ശിക കൊടുത്തു തീർത്തത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ചിന്തിക്കാം, നല്ലൊരു വരുമാനം ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ വരുമാനങ്ങളെടുത്ത് നമുക്ക് ഇവിടുത്തെ സാധുക്കൾക്ക് വേണ്ടി ചെയ്യാം, എന്തെങ്കിലും എന്ത് ചെയ്യാം. കേരളം മറ്റുള്ള രാജ്യം, ഇന്ന് നമ്മൾ പറയുന്നു കേരളം ഏറ്റവും മോശമാണ്, ദാരിദ്ര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഇവിടുത്തെ ദാരിദ്ര്യം തീരും, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റും, ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ ഉണ്ടാക്കാം, ഫാക്ടറികൾ നടത്താം, പല വിധത്തിലും നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ വന്നാൽ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ജോലിയായി, വരുമാനമായി, ഇത് നല്ലൊരു ഇൻകമായി തീരും. നിർധനരായിട്ടുള്ള കുട്ടികളെ അത് നമുക്ക് ജാതി മത ഭേദം ഇല്ലാണ്ട് എല്ലാവർക്കും കൊടുത്ത് അവരെയൊക്കെ രക്ഷിച്ച് കൊണ്ടുവരാൻ നമുക്ക് കേരളത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടായി മാറും. ഈ ക്ഷേത്രങ്ങളെ സ്വതന്ത്രമായിട്ട് വിട്ടുകൊടുക്കുക. ഇതിനകത്ത് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല, എല്ലാവരും ഒത്തൊരുമിക്കണം. ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റെന്നോ കോൺഗ്രസ്സെന്നോ BJP-എന്നോ RS-എന്നോ ഹിന്ദു സംഘടനയെന്നോ എന്നും നോക്കേണ്ട കാര്യമില്ല. ഈ വിശ്വാസികളായിട്ടുള്ള എല്ലാവരെയും കൂടി യോജിപ്പിച്ച് നമ്മളിത് മുന്നോട്ട് നീങ്ങി ഇത് സർക്കാരിൽ നിന്ന് വേർപെടുത്തി കൊണ്ടുവന്നില്ലെങ്കിൽ വെറും കല്ലും ചുവരും മാത്രമായിട്ട് അവശേഷിക്കും. വരുംകാല തലമുറയ്ക്ക് ഇതുപോലും കാണാൻ സാധിക്കില്ല. ഇതിപ്പോൾ നമ്മളൊക്കെ കഴിഞ്ഞ് കേസൊക്കെ ക്ലിയറാക്കി, പിന്നെ വരാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഇത് കുറെ കഴിയുമ്പോൾ മറക്കും. ഇപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞൊരു ശർക്കര കുളമാണ്, അതിലെല്ലാവരും കൈയിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടണം നക്കി നോക്കി പോവാണ്. അത് കഴിഞ്ഞാൽ ഞാനെടുത്തില്ല, ഞാൻ നക്കില്ല, ഇവനാ നക്കിയ അവനാ നക്കിയ എന്നും പറഞ്ഞിട്ട് ഇവർ പരസ്പരം വഴിചാരലല്ലാണ്ട് അവരെ രക്ഷിക്കാൻ ആൾക്കാരും ഉണ്ടാവും. പണം ഉണ്ടെങ്കിൽ എന്തും നടക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഇനിയൊരവസ്ഥയിലേക്ക് നീങ്ങരുത്. നമ്മളെല്ലാവരും, എല്ലാ വിശ്വാസികളും ഉണർന്ന് പ്രവർത്തിക്കണം. ഒന്ന് ഞാൻ പറയട്ടെ, ഈ ജനകീയ സർക്കാർ എന്തിനാ ആരാധനാലയങ്ങൾ പരിപാലിക്കണേ? ഒരാരാധനാലയങ്ങളും പരിപാലിക്കണ്ട, അതിന് കൈയിട്ട് വരാൻ നിൽക്കണ്ട. ആരാധനാലയങ്ങൾ വിശ്വാസികൾ കൊടുക്കുക. വിശ്വാസമില്ലാത്ത സർക്കാർ എന്തിനാ അമ്പലം ഭരിക്കാൻ പോണത്, പള്ളി ഭരിക്കാൻ പോണത്? അവർ പോകേണ്ട കാര്യമില്ലല്ലോ. അത് വിശ്വാസികൾ നോക്കിക്കോളും, ഭക്തന്മാർ നോക്കിക്കോളും. അപ്പോൾ ഏതായാലും എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ച് ഇത് ഈ സർക്കാർ വരും, മാറി പോവും. നമ്മൾ അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങണം. ഇത് ഉടനെ തന്നെ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും ആസന്ന ഭാവിയിൽ പറയാൻ ആൾക്കാരുണ്ടാവും. ഈ ദേവസ്വം ബോർഡിനെ സ്വതന്ത്രമാക്കി നിലനിർത്തും. അതിൻ്റെ കീഴിൽ എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേറെയുണ്ട്. അതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഈ ശബരിമലയിലെ നാളികേരം തന്നെ നമുക്ക് കോടാനുകോടി ഉറുപ്പിയുടെ വരുമാനമുണ്ട്. അതുകൊണ്ട് എന്തെല്ലാം സംഗതികൾ നമുക്കവിടെ ചെയ്യാം. കേരളത്തിൻ്റെ നമുക്ക് ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞ് കേരളത്തിൽ ഉണ്ടാവില്ല. ആ അവസ്ഥ മാറണം. ആ അവസ്ഥ മാറണമെങ്കിൽ നമ്മളെല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം എന്നെനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം.